എന്തായാലും കേരളത്തിലെ CPM സഖാക്കൾക്ക് ഒന്ന് ശ്വാസം വിടാം. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം കേട്ട് മടുത്ത് ഈ പാർട്ടിയിൽ നിൽക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന പാർട്ടി സഖാക്കൾക്ക് ഒരു ചെറിയൊരു ശ്വാസം നേരെ വലിച്ചു വിടാൻ ഒന്ന് ദീർഘനിശ്വാസം ഇട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുൽഗാം മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരിഗാമിക്ക് ഉജ്ജ്വല വിജയം വന്നിരിക്കുന്നു. തുടർച്ചയായ 5ാം തവണയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തരിഗാമി കാശ്മീരിലെ കുൽഗാം മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത്. തുടക്കം മുതൽ വ്യക്തമായ ലീഡോടെയാണ് തരിഗാമി വിജയിച്ച് കയറിയത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നാഷണൽ കോൺഫറൻസിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണയോടുകൂടിയാണ് വിജയം. ഇവിടെ എടുത്തു പറയേണ്ടത് കേരളത്തിൽ കോൺഗ്രസ് മുഖ്യ ശത്രുവാണ് CPMന്റെ. കോൺഗ്രസിനെ നശിപ്പിച്ച് മാത്രമേ ഈ കേരളത്തിൻ്റെ മോചനവും അതിലൂടെ ഇന്ത്യയുടെ മോചനവും ഉണ്ടാകുമെന്ന് അണികളെ പഠിപ്പിക്കുകയും അണികളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. എന്നാൽ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലും അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇവരുടെ ശക്തി കേന്ദ്രമായിരുന്ന ബംഗാളിലും ഇപ്പോൾ ഏറ്റവും ഇന്ത്യയുടെ തലപ്പായ ഏറ്റവും മുകളിലത്തെ സംസ്ഥാനമായ ജമ്മു കാശ്മീരിലും കോൺഗ്രസുമായിട്ട് CPM സഖ്യമുണ്ടാക്കി കോൺഗ്രസിൻ്റെയും കൂടെ വോട്ട് നേടിക്കൊണ്ട് അവിടുത്തെ CPM നേതാവ്, അതും കേന്ദ്ര കമ്മിറ്റി പ്രധാനപ്പെട്ട നേതാവ് വിജയിച്ചിരിക്കുന്നു. ആശ്വസിക്കാം, പക്ഷേ അപ്പോഴും കോൺഗ്രസിന്റെ വോട്ടാണ് എന്നത് സഖാക്കൾ മറക്കാതിരിക്കുന്നതല്ല. എന്തായാലും തരിഗാമിയെ തോൽപ്പിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥി യാസർ അഹമ്മദ് റഷിയാണ്. ഈ യാസർ അഹമ്മദ് റഷി എന്ന് പറയുന്നത് 2ാം സ്ഥാനമാണ് ഇയാള് ആരെന്നറിയാമല്ലോ, ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതോടെ മുൻ നേതാവായ സയൽ അഹമ്മദ് റഷി സ്വതന്ത്രനായി മത്സരിക്കുന്നു. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ്, അതിനെ നിരോധിച്ചു. അതോടുകൂടി ഇയാൾ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ തരിഗാമിയായിട്ട് ഏറ്റുമുട്ടുകയും പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നത്. PDPയുടെ മുഹമ്മദ് അമീൻ ധാറാണ് 3ാമത് എത്തിയത്. എന്തായാലും ജമ്മുവിൽ CPMന്റെ ശക്തി കേന്ദ്രമാണ് കുൽഗാം എന്ന മണ്ഡലം. 1992 കുൽഗാമിൽ നിന്നും തരിഗാമി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2002, 2008, 2014 വർഷങ്ങളിലും ജയം ആവർത്തിച്ചു. 2014 വെറും 34 വോട്ടിനാണ് തരിഗാമിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. PDPയുടെ നസീർ അഹമ്മദ് ലാവയെ തോൽപ്പിച്ചാണ് അന്ന് തരിഗാമി 4ാമതും MLA ആയത്. തരിഗാമി 20,574 വോട്ട് നേടിയപ്പോൾ നസീർ അഹമ്മദ് 20,240 വോട്ട് നേടിയത്. അതായത് വെറും 37 വോട്ടാണ് അന്ന് തരിഗാമിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. എന്തായാലും അത്രയും വോട്ട് ജയിച്ചെങ്കിൽ പോലും കാശ്മീരിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ നേതൃസ്ഥാനത്താണ് 73കാരനായ തരിഗാമി. ഇതിന്റെ ഭാഗമായി പലപ്പോഴും ജയിൽവാസവും അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട്. 1949 ഗുർഗാമിലെ കർഷക കുടുംബത്തിലാണ് തരിഗാമിയുടെ ജനനം. കർഷക തൊഴിലാളി സമരങ്ങളിലൂടെ വളർന്നു വന്ന തരിഗാമിയുടെ വ്യക്തിത്വമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനമുള്ള കുൽഗാമിൽ CPM കോട്ടയായി മാറ്റിയത്. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാണ് ഏറ്റവും വലിയ സ്വാധീനമുള്ളത്. എങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമാണ് അവിടെ ഈ CPMനെ നിലനിർത്തുന്നതും വിജയിപ്പിക്കുന്നതും. താഴ്വരയിലെ പ്രധാന കർഷക ജനതയുമായുള്ള ആത്മബന്ധവും ആരോപണങ്ങളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പൊതുപ്രവർത്തനം രീതിയുമാണ് അദ്ദേഹത്തെ ജനീകനാക്കി മാറ്റിയത്. വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ എല്ലാ കാലത്തും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള തരിഗാമിയുടെ ജീവന് പലപ്പോഴും ഭീഷണി നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ച ഗൺമാനൊപ്പമാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. നോക്കുക, അവിടെ CPM നേതാവ് സർക്കാരിൻ്റെ ഗൺമാൻ നൽകിയിട്ടുണ്ട്. ആ ഗൺമാന്റെ പിന്തുണയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത്. കാശ്മീരിൽ കമ്മ്യൂണിസവും ഇസ്ലാമും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. കേരളത്തിൽ അങ്ങനെയല്ല എന്നത് മറ്റൊരു കാര്യം. എന്തായാലും കാശ്മീരിലെ കമ്മ്യൂണിസ്റ്റ് തുരുത്ത് എന്ന് അറിയപ്പെടുന്ന കുൽഗാം മണ്ഡലത്തിൽ തീവാറും പോരാട്ടമാണ് നടന്നത്. എന്തായാലും ഈ വിജയം തരിഗാമിയുടെ വിജയമാണ്. അതിന് വേണമെങ്കിൽ CPMന് അവകാശപ്പെടാം CPMന്റെ വിജയമാണെന്ന്. പക്ഷേ തരിഗാമിയുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ CPMന് അതുപോലുള്ള ഒരു വ്യക്തിപ്രഭാവമുള്ളൊരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ല. ഇനി ഉണ്ടാകുന്നെങ്കിലേ ഉള്ളൂ.